സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമായ വിശ്വനാഥ് ആൻഡ് സൺസ് ഈ ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അല്ലൂരി സംവിധാനം ചെയ്ത ചിത്രമാണ്. പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് സൂര്യയും അമിതാഭ് ബച്ചനുമാണ്. ഒരു ഫാമിലി എൻ്റർടൈനറായിട്ട് വന്നിരിക്കുന്ന ചിത്രമാണത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് കിട്ടിയത്. സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിൽ ഒരു നാടകം പോലെയാണ് ഫീൽ ചെയ്തത്. ഓരോ കഥാപാത്രങ്ങളാണെങ്കിലും അവരുടെ അഭിനയവും കാര്യങ്ങളും അതുപോലെ തന്നെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഓരോ നാടകം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. തുടക്കം എനിക്ക് ഓക്കെ ആയിരുന്നു. തുടക്കം കണ്ടപ്പോഴാണ് നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ആണെന്ന് വിചാരിച്ച്. പക്ഷേ സിനിമ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയപ്പോഴാണെങ്കിൽ ഒരു സീരിയൽ മൂഡിലാണ് എടുത്തു വെച്ചേക്കണത്. ഓരോ സീരിയലിലൊക്കെ കാണുന്ന പോലെ ഓരോ എപ്പിസോഡ് കാണിക്കില്ല, അതേപോലെയാണ് ഇതിനകത്ത് ഓരോ സീനുകളും കാര്യങ്ങളും ഓരോ എപ്പിസോഡ് പോലെ എടുത്തു വെച്ചേക്കണത്. ഇതിനകത്ത് എന്നാലും കുറച്ചൊക്കെ വർക്കായ കോമഡി ഇമോഷൻ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ വർക്കായെങ്കിലും ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി മൂവി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ്ലി നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി മൂവി അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിനകത്ത് പിന്നെ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സൂര്യയുടെ കഥാപാത്രം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കഥാപാത്രം ഇപ്പോൾ ആരെടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സൂര്യ ആയതുകൊണ്ട് ഒരു പടിക്ക് മുകളിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മമിതയുടെ കഥാപാത്രം നോക്കുകയാണെങ്കിൽ ഒരു വെറുപ്പിക്കൽ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അത് ആ കഥാപാത്രത്തിൻ്റെ കുഴപ്പമാണ്, അത് എഴുതി വെച്ചേക്കണം അങ്ങനെയാണ്. പിന്നെ അത് മമിതയുടെ കുറച്ച് സീനൊക്കെ കണ്ടപ്പോഴാണെങ്കിൽ മമിതയുടെ മുന്നേ ഉള്ള ഡ്രാഗൺ സിനിമയിലെ കുറച്ച് സീനൊക്കെ ഓർമ്മ വന്നിരുന്നു. ആ വെറുപ്പിക്കലൊന്ന് കുറച്ചിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു ആ കഥാപാത്രം. പിന്നെ ടെക്നിക്കൽ സൈഡ് സിനിമ ഓക്കെയാണ്. ഇത് ക്ലൈമാക്സിനോട് അടുത്തപ്പോഴാണെങ്കിൽ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് കുറേ സീനുകളൊക്കെ ഇതിനകത്ത് കുത്തിക്കയറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ വർക്കായിട്ടില്ല. അതേപോലെ തന്നെ ഒരു കണക്ഷൻ ഇല്ലാണ്ട് പോണ ആക്ഷൻ രംഗങ്ങളും അപ്പോൾ അവിടെ ആ ആക്ഷൻ കാണുമ്പോൾ തന്നെ അവിടെ അങ്ങനെ ഒരു ആക്ഷൻ സീനുകളായാലും വേണ്ടിയിരുന്നോ എന്നൊരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കണക്ഷനില്ല ആക്ഷനൊക്കെ. പിന്നെ അവസാനമായപ്പോൾ കുറച്ച് പാസവും കാര്യങ്ങളൊക്കെ കാണിച്ച് അതും പിന്നീട് അങ്ങോട്ട് തോന്നിയില്ല. തുടക്കം തുടങ്ങിയ അവസാനം വരെ ഒരു സീരിയൽ മൂഡ് ആദ്യത്തെ കുറച്ച് അങ്ങോട്ട് ഓക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഒരു മൊത്തത്തിലാണ് സീരിയൽ മൂഡിലാണ് സിനിമ പിടിച്ചു വെച്ചേക്കുന്നത്. ഇതിനകത്ത് വേറെ കഥാപാത്രങ്ങളായ ഇപ്പം നാസർ, പിന്നെ സുനിൽ, പിന്നെ രവീണേട്ടൻ, പിന്നെ രാധിക ശരത് കുമാർ, ഇവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ ചില സമയത്ത് അവരെ വെറുപ്പിക്കൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാസറും സുനിലും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ നാസറല്ല സുനിലും സൂര്യയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. ആ സുനിലും സൂര്യയും തമ്മിലുള്ള കോമ്പിനേഷൻ തുടക്കത്തിൽ ആ ഒരു കോമഡിയും കാര്യങ്ങളും വർക്കായിരുന്നു. പിന്നെ ഇത് തന്നെ അവർ ഫോളോ ചെയ്ത് പോയതിപ്പോൾ അതും ഒരു വെറുപ്പിക്കൽ പോലെ തോന്നി. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കുകയാണ് ജി പ്രകാശ് കുമാറാണ്. അതും പ്രത്യേകിച്ച് വലിയ ഗുണമുള്ളതായിട്ട് തോന്നിയില്ല. എനിക്കൊരു ആവറേജ് അനുഭവമാണ് കിട്ടിയത്. ഒരു കണക്ടിവിറ്റി ഇല്ലാണ്ട് പോണ പല സീനുകളും ഒക്കെ ആയിട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് അനുഭവമാണ് കിട്ടിയത്. ഞാൻ അത്യാവശ്യം തിരക്കുള്ള തിയേറ്ററിലാണ് പടം കണ്ടത്. പക്ഷേ പടം എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തിരുന്ന കുറച്ച് പേര് ഫാമിലീസൊക്കെ ആയിരുന്നു തിയേറ്ററിൽ ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. അവർ അതിനകത്തുനിന്ന് കോമഡി ആണെങ്കിലും ഇമോഷൻ സീനൊക്കെ ആണെങ്കിലും അവർ എൻജോയ് ചെയ്യാനുണ്ടായിരുന്നു. ചില കോമഡിക്കൊക്കെ അവർ ചിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് അനുഭവം എനിക്ക് കിട്ടി. ചിലവർക്ക് ഈ പടം ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടമാവത്തില്ല. എനിക്ക് വർക്കായിട്ടില്ല പടം. എനിക്ക് ഒരു ആവറേജ് അനുഭവമാണ് കിട്ടിയത് പടം.